How long you are living is not important. How you are living, that is important. How long is not important. How you are living. മറ്റുള്ളവന് വേണ്ടി ജീവിക്കുക. മറ്റുള്ളവന് വേണ്ടി ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത്. ഓർമ്മിക്കുക, ഓരോ ശ്വാസോച്ഛ്വാസവും കഴിയുമ്പോൾ നമ്മൾ ശ്മശാനത്തിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാ തീരുന്നതെന്ന് അറിഞ്ഞൂടാ. ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് നമുക്ക് എളുപ്പത്തിൽ കിട്ടും. 1000 രൂപ കൊടുത്താലും ഡേറ്റ് ഓഫ് ഡെത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ തരില്ല ആരും. ഡേറ്റ് ഓഫ് ഡെത്തിന്റെ സർട്ടിഫിക്കറ്റ് 1000 രൂപ കൊടുക്കാന്ന് പറഞ്ഞാലും നിങ്ങളുടെ കയ്യിൽ തരില്ല. കാരണം നിങ്ങൾ മരിച്ചിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഡേറ്റ് ഓഫ് ഡെത്ത് അറിഞ്ഞൂടാ. അറിയാത്തത് കൊണ്ടാ തരാത്തത്. അതറിയാമെങ്കിൽ നമ്മൾ പലപ്പോഴും പലതും ചെയ്യില്ല. അതുകൊണ്ട് എത്ര കാലം ജീവിക്കുന്നു എന്നല്ല, ജീവിക്കുന്നിടത്തോളം എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. ചിലപ്പോ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇല്ലേ, മരണശേഷം ചിലരുടെ വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. അയാൾ മരിച്ചു, ചിലര് ചത്തു, ചിലര് സമാധിയായി, ചിലർ ഇഹലോകവാസം വെടിഞ്ഞു, ചിലർ സ്വർഗസ്ഥനായി, ചിലർ നാട് നീങ്ങി. മരിക്കുന്ന വാക്കിന് എത്ര വാക്കാ മലയാളത്തിലുള്ളത്? ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് എങ്ങനെ ഇയാൾ ജീവിച്ചിരുന്നു എന്ന് നോക്കിയിട്ടാണ്. നല്ല രീതിയിൽ ജീവിച്ച ആളാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇഹലോകവാസം വെടിഞ്ഞു. ഒരു പ്രയോജനം ഇല്ലാത്ത ആളാണെങ്കിൽ അയാൾ ചത്തുപോയി എന്ന് പറയും. ഇടയ്ക്ക് വെട്ട പാർട്ടിയാണെങ്കിൽ മരിച്ചുപോയി എന്ന് പറയും. രാജാക്കന്മാരാണെങ്കിൽ നാട് നീങ്ങി എന്ന് പറയും. സന്യാസിയാണെങ്കിൽ സമാധിയായി എന്ന് പറയും. വളരെ തേജസ്വിയായിട്ടുള്ള ഗാന്ധിജിയെ പോലെയുള്ളവര് സ്വർഗസ്ഥരായി എന്ന് പറയും നമ്മള്. അപ്പൊ സ്വർഗസ്ഥരാകണമെങ്കിൽ ഒരു ലെവലുണ്ട്, നാട് നീങ്ങണമെങ്കിൽ ഒരു ലെവലുണ്ട്, ചത്തുപോകണമെങ്കിൽ ഒരു ലെവലും ഇല്ല. അതാണ് തേ ഭുവി ഭാരഭൂത മനുഷ്യരൂപേണ മൃഗാശ്ചരന്തി. ഭൂമിക്ക് ഭാരമായിക്കൊണ്ട് മനുഷ്യരൂപത്തിലുള്ള ഒരു മൃഗം ഇന്നലെ വൈകുന്നേരം വരെ ആ വീട്ടിൽ ജീവിച്ചിരുന്നു. ഇന്നലെ വൈകുന്നേരം അത് എന്ത് ഉപയോഗിച്ചു? ഇന്നലെ വൈകുന്നേരം അത് നിങ്ങൾ തന്നെ ഉപയോഗിച്ച വാക്കാ, ഞാൻ ഉപയോഗിച്ച വാക്കല്ല. അപ്പോ മൃഗതുല്യമായിട്ട് ജീവിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ലാത്തത് എപ്പോഴും ഓർമ്മിക്കുക. 99% മൃഗങ്ങളും ഇഹലോകവാസം വെടിയുമ്പോൾ അവരുടെ ശരീരം മറ്റു മൃഗങ്ങൾക്ക് ഭക്ഷണമാകുന്നു. മനുഷ്യന്റെ മാത്രം ഒരു പ്രയോജനവും ഇല്ല. അതുകൊണ്ടാണ് കുഴിച്ചിടുന്നത്, അതുകൊണ്ടാണ് കത്തിച്ചു കളയുന്നത്. മറ്റേത് മൃഗത്തിന്റെയും ശരീരം മറ്റു മൃഗങ്ങൾക്ക് ആഹാരമാണ്, മനുഷ്യന്റെ മാത്രമല്ല. അതുകൊണ്ട് ആ പുണ്യം ചെയ്യാൻ പോലും നമുക്ക് ഈശ്വരൻ പെർമിഷൻ തന്നിട്ടില്ല. നമ്മുടെ ശരീരം ഒന്നില്ലെങ്കിൽ കത്തിച്ചു കളഞ്ഞ് പഞ്ചഭൂതത്തിൽ ഒഴുക്കാം, അഗ്നിയില് ചേർക്കാം, മണ്ണിൽ ഡിസോൾവ് ചെയ്യാം, ചാരം വെള്ളത്തില്, ബാക്കിയുള്ള പുകയായിട്ട് ആകാശത്തിലേക്കും വായുവിലേക്കും. പൃഥിവി, അപ്, തേജ, വായു, ആകാശം. അതുകൊണ്ടാണ് നമ്മൾ കത്തിക്കാം. മനുഷ്യൻ പഞ്ചഭൂതമാണ്, പഞ്ചഭൂതത്തിലേക്ക് തിരിച്ചു പോകണം. പള്ളിക്കാരെന്ത് പറയും? ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യ നീ മണ്ണാണ്, അതുകൊണ്ട് മണ്ണിൽ കുഴിച്ചിടുക. അതാണ് വ്യത്യാസം. നമ്മൾ എന്ത് പറയും? മനുഷ്യൻ പഞ്ചഭൂതമാണ്, അതുകൊണ്ട് പഞ്ചഭൂതത്തിലേക്ക് തിരിച്ചു വിടണം. മറ്റേവരെ മനുഷ്യൻ മണ്ണാണ്, അപ്പൊ മണ്ണിൽ കുഴിച്ചിടണം. നമ്മളങ്ങനെ ചെയ്യാറില്ല. അതാ വ്യത്യാസമുണ്ട്. ഓരോന്നിനും ഒരു അർത്ഥമുണ്ട്, ആചാരങ്ങൾക്ക് മഹത്വമുണ്ട്. കേൾക്കണം, പഠിക്കണം, അറിയണം. നിങ്ങളോട് എന്നും പറയാനുള്ളത്, ലോകമെമ്പാടുമുള്ള ജനത നമ്മുടെ പൈതൃകം പഠിക്കുന്നു. വളരെ അത്ഭുതം തോന്നിയിരുന്നു. 3 ദിവസം മുമ്പ് ബാലമുരളീകൃഷ്ണയ്ക്ക് അമേരിക്കൻ സെനറ്റ് ദ ടോളസ്റ്റ് ഇന്ത്യൻ ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞ ഏറ്റവും ഉയർന്നവൻ. സാധാരണ അമേരിക്കക്കാർ ടോളസ്റ്റ് എന്ന് ഉപയോഗിക്കാറില്ല, ഗ്രേറ്റസ്റ്റ് എന്ന് ഉപയോഗിക്കാറുള്ളൂ. ഏറ്റവും വലിയ കർണാടക സംഗീതജ്ഞന് അമേരിക്കൻ സെനറ്റ് അംഗീകാരം നൽകിയിരിക്കുന്നു. അത്ഭുതം തോന്നാറുണ്ട്. എത്ര മാറ്റാണ് വന്നിരിക്കുന്നത്. ഇന്ത്യയെക്കുറിച്ച് അമേരിക്കക്കാരുടെ ഫീലിംഗ് 2 മാസം മുമ്പ് അവിടെ പോയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. സംതിങ് സ്റ്റുപ്പൻഡസ്, വണ്ടർഫുൾ. നമ്മുടെ സംഗീതം, നമ്മുടെ ആയുർവേദം, നമ്മുടെ യോഗ, നമ്മുടെ വേദഗണിതം, നമ്മുടെ സംസ്കൃതം, നമ്മുടെ വേദമന്ത്രങ്ങൾ, നമ്മുടെ ഭഗവത്ഗീത, ഇതെല്ലാം അവർ 2 കയ്യും നീട്ടി സ്വീകരിക്കുന്നു. ഈ രാഷ്ട്രത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടിയിരിക്കുന്നു. ഏത് രാജ്യമാണ് കാണാൻ നിങ്ങൾക്ക് ആഗ്രഹം എന്ന് പറഞ്ഞ് സാറ ലോറ എന്നൊരു സ്ത്രീ അവരുടെ വലിയൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇവാലുവേഷൻ സെന്ററിൽ ഒരു സ്റ്റഡി നടത്തിയപ്പോ 97.3% ജനങ്ങള് ഭാരതത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു, ഭാരതം കാണാൻ ആഗ്രഹിക്കുന്നു. അമേരിക്കയിലും കാനഡയിലും UK-യിലും യൂറോപ്യൻ രാജ്യങ്ങളിലുമുള്ളവര്. ഈ നാട് മാറിയിട്ടുണ്ട്, അസാധാരണമാം വിധം വികസിക്കുന്നുണ്ട്. ഉജ്ജ്വലമായ ചൈതന്യമുള്ള ഈ നാടിന്റെ മക്കളായി ജനിക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടി. ഇതിന്റെ പൈതൃകം പഠിക്കണം. പൈതൃകം പഠിക്കാൻ ആവശ്യമായ സർവ്വതും നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ തയ്യാറാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന് ഒരേ ഒരു ദൗത്യമേ ഉള്ളൂ. നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനോ കോൺഗ്രസ്സുകാരനോ BJP-കാരനോ ലെഫ്റ്റിസ്റ്റോ റൈറ്റിസ്റ്റോ മിഡിൽ ഈസ്റ്റോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഈശ്വര വിശ്വാസിയോ നിരീശ്വരവാദിയോ ആരുമാവട്ടെ, നിങ്ങൾ ആരുമാവട്ടെ, അതിൽ നിന്ന് മാറേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഈ നാടിന്റെ പൈതൃകത്തിന്റെ അവകാശികളാണ് നിങ്ങൾ. നിങ്ങൾ അല്ലെന്ന് പറഞ്ഞാലും നിങ്ങൾ ഈ നാടിന്റെ പൈതൃകത്തിന്റെ അവകാശികളാണ്.
നിങ്ങളുടെ അമ്മയെ നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധ്യമല്ല. അതുപോലെ ഭാരതത്തിന്റെ പൈതൃകത്തെ നിഷേധിക്കാൻ സാധ്യമല്ല. ആ ഭാരതത്തിന്റെ പൈതൃകം പഠിക്കണം. ബുദ്ധിയും യുക്തിയും ശാസ്ത്രവും ഉപയോഗിച്ച് പഠിക്കണം. അങ്ങനെ പഠിക്കാൻ ആവശ്യമായ അൾട്രാ മോഡേൺ സയന്റിഫിക് ടൂൾസ് നിങ്ങളുടെ അടുത്തെത്തിക്കാൻ തയ്യാറാണ്. കാസറ്റുകളായി, സിഡികളായി, ഓരോ സബ്ജക്റ്റിന്റെയും നോട്ടീസ് ഉണ്ട്. നോട്ടീസുകളായിട്ട് പഠിക്കണം. പഠിച്ച് മറ്റുള്ളവർക്ക് കൈമാറണം. ഈ ജീവിതം, ജന്മം ധന്യമാക്കണം. 16 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളില് ഒരു ജന്തു മനുഷ്യൻ. ആ ജന്തുവിന് മനുഷ്യനായിട്ട് ജന്മം ഭാരതത്തിൽ കിട്ടുമ്പോൾ ദേവന്മാര് പോലും ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാറുണ്ട്. ഈശ്വരൻ 10 പ്രാവശ്യം ഇവിടെ അവതാരമായിട്ട് വന്നു. യെരുശലേമില് ദൈവപുത്രനെ അയച്ചേ ഉള്ളൂ. സൗദി അറേബ്യയിലേക്ക് ദൈവദൂതനെ അയച്ചേ ഉള്ളൂ ദൈവം. കാരണം ഒരു നേരിട്ട് ഇവിടേക്ക് 10 പ്രാവശ്യം വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു രാജ്യം ഇന്ന് ലോക ജനത 21ാം നൂറ്റാണ്ടിൽ കാണാൻ ആഗ്രഹിക്കുന്ന നമ്പർ 1 കൺട്രി. ആ രാജ്യത്തിന്റെ മക്കളായി ജനിച്ച നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരാണെങ്കിലും ആ പാർട്ടിക്കാരോട് പറയുക, ഇത് പഠിക്കണം. ഏത് മതത്തിലുള്ളവരാണെങ്കിലും ആ മതത്തിലുള്ളവരോട് പറയുക, നിങ്ങളിത് പഠിക്കണം. 33 കോടി ദേവന്മാരുടെ കൂട്ടത്തില് ഒരു യേശുക്രിസ്തുവിനെ സ്വീകരിക്കാൻ നമുക്ക് വിഷമമില്ല. ഒരു അള്ളാഹുവിനെ സ്വീകരിക്കാൻ നമുക്ക് വിഷമമില്ല. നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. പുട്ടപർത്തിയിൽ ചെന്നാൽ ആദ്യം കാണുന്നത് കുരിശാണ്. പുട്ടപർത്തിയില് സായിബാബയുടെ ക്ഷേത്രത്തില് കുരിശ് കാണാം, ചന്ദ്രക്കല കാണാം, സ്വസ്തികം കാണാം. വള്ളിക്കാവിൽ ചെന്നാൽ കാണാം, ചിന്മയ മിഷനിൽ ചെന്നാൽ യേശുദേവന്റെ ചിത്രം കാണാം, കാബയുടെ ചിത്രം കാണാം, ആനന്ദാശ്രമത്തിൽ കാണാം, രാമകൃഷ്ണാശ്രമത്തിൽ കാണാം, വിവേകാനന്ദാശ്രമത്തിൽ കാണാം, ബൈബിള് കാണാം, ഖുർആൻ കാണാം. ഒരേപോലെ ആരത്തി നടത്താറുണ്ട് യേശുദേവന്. നമ്മള് ഒരിക്കലും മാറ്റി നിർത്തിയിട്ടില്ല. നമ്മൾ പറഞ്ഞിട്ടില്ല നമ്മുടെ ഈശ്വരൻ മാത്രം ശരി, നമ്മൾ പറഞ്ഞിട്ടില്ല നമ്മുടെ പുസ്തകം മാത്രം ശരി, നമ്മൾ പറഞ്ഞിട്ടില്ല നമ്മുടെ ക്ഷേത്രങ്ങൾ മാത്രം ശരി. ഏതെല്ലാം ശരിയുണ്ടോ ശരികളെല്ലാം എടുക്കാൻ പറഞ്ഞു. നന്മകൾ എവിടെ ഉണ്ടെങ്കിലും സ്വീകരിക്കാൻ പറഞ്ഞു എന്ന് ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറയുകയുണ്ടായി. അതാണ് നമ്മുടെ സംസ്കൃതിയുടെ മഹത്വം. അറിയണം. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ ഒരാളെയും ചവിട്ടി പുറത്താക്കരുത്. എല്ലാ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളാക്കുക. അവർ യേശു ക്രിസ്തുവായി തന്നെ പൂജിക്കട്ടെ, ഒരു കുഴപ്പമില്ല. അവർ പള്ളിയിലേക്ക് പോവട്ടെ. പക്ഷേ സനാതന ധർമ്മത്തിന്റെ അവകാശികൾ അവരും കൂടിയാണ്. അവർ ഈ ധർമ്മത്തിന്റെ ഭാഗമാണ്. അവർ ഈ ധർമ്മത്തിന്റെ ഭാഗമാണെന്ന് അംഗീകരിക്കാൻ അവരിപ്പോ തയ്യാറാണ്. നമ്മൾ 2 കൈ നീട്ടി സ്വീകരിക്കാൻ തയ്യാറല്ലാത്തത് നമ്മളാണ്. നമ്മളതിന് തയ്യാറാകണം. മാറ്റം വരുത്തണം. മാറ്റുവിൻ ചട്ടങ്ങളെ കേട്ടിട്ടുണ്ടാവും. ബാക്കിയുള്ള നിങ്ങൾക്കറിയാം. അതായത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ഗുരുദേവൻ പറഞ്ഞ വരി ബൈഹാർട്ട് പറയാറുണ്ട്. അതിന്റെ അർത്ഥം നമുക്ക് അറിഞ്ഞൂടാ. ജാതി ഭേദം ഉണ്ടാവാൻ പാടില്ല, മതഭേദമുണ്ട്. മതദ്വേഷമാണ് ഉണ്ടാവാൻ പാടില്ലാത്തത്. മതദ്വേഷം ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് ജാതിഭേദം മതദ്വേഷം. മതഭേദം എന്നല്ല പറഞ്ഞത്, മതഭേദമുണ്ട്. ക്രിസ്ത്യൻ രീതി അല്ല ഹിന്ദു രീതി, ഇസ്ലാമിന്റെ രീതി അല്ല ഹിന്ദുവിന്റെ രീതി. ഹിന്ദുവിന്റെ രീതി വേറെയാണ്. അപ്പോ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന ഒരു ക്ഷേത്രമായി മാറണം മുല്ലയ്ക്കല്. എല്ലാവരെയും അകത്തേക്ക് എടുക്കണം. ഹിന്ദുവിന്റെ വിശാല മനസ്കതയുണ്ടെങ്കിൽ ഉറപ്പ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് ചെറിയൊരു സംഘടനയാ, ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ്. 2007 ആഗസ്റ്റ് മാസം 15-ാം തീയതിക്കകം 3 കോടി ജനങ്ങളിൽ നമ്മുടെ സന്ദേശം എത്തിക്കണമെന്ന് വിചാരിച്ചു. ഏതാണ്ട് അത് സാധിച്ചിട്ടുണ്ട്. ഇനി 2010 ഡിസംബർ 31-ാം തീയതി സൂര്യാസ്തമയത്തിനുള്ളില് 10 കോടി ജനതയിലേക്ക് ഈ സന്ദേശം എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും അത് സാധിക്കുന്ന വിശ്വാസമുണ്ട്. നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്, www.iishorg. 34,000 പേര് ഒരാഴ്ച അത് വിസിറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ സ്പീച്ച് ഉണ്ട്. ഹിന്ദു ധർമ്മത്തെ കുറിച്ചുള്ള അനവധി ആർട്ടിക്കിൾ ഉണ്ട്, ചോദ്യോത്തരങ്ങളായിട്ട്. ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കാസറ്റിനും സിഡിക്കും ബ്രൂഷറിനും പുസ്തകത്തിനും കോപ്പിറൈറ്റ് ഇല്ല. എത്ര കോപ്പി വേണമെങ്കിലും എടുത്ത് ആർക്കും കൊടുക്കാം. നമ്മുടെ നാടിനെ തിരിച്ചു കൊണ്ടുവരണം. എല്ലാ കമ്മ്യൂണിസ്റ്റുകാരെയും തിരിച്ചു കൊണ്ടുവരണം. എല്ലാ കോൺഗ്രസുകാരെയും തിരിച്ചു കൊണ്ടുവരണം. എല്ലാ തരത്തിലുള്ള മതക്കാരെയും തിരിച്ചു കൊണ്ടുവരണം. അവർ ഭാരതീയരാണ്, സനാതന ധർമ്മത്തിന്റെ അവകാശികളാണ്. അവരേത് ഈശ്വരനെ പൂജിക്കട്ടെ, ഒരു ഈശ്വരനെയും പൂജിക്കാതിരിക്കട്ടെ. ഈ രാഷ്ട്രത്തിന്റെ പരമവൈഭവത്തിന്റെ അവകാശികളായ അവര് ലോകത്തിലെ നമ്പർ 1 രാഷ്ട്രമാകാൻ പോകുന്നു ഭാരതം. 2015 ഭാരതം ഇംഗ്ലണ്ടിനെ ക്രോസ് ചെയ്യും. 2024
ഭാരതം കാനഡയെ ക്രോസ് ചെയ്യും. 2028 ഭാരതം ജപ്പാനെ ക്രോസ് ചെയ്യും. 2040 ഭാരതം അമേരിക്കയെ ക്രോസ് ചെയ്യും. ഉറപ്പ്. ഇത് അമേരിക്കയുടെ സ്റ്റഡിയാണ്, എന്റെ സ്റ്റഡിയല്ല. 2040 ആവുമ്പോൾ ഇനി ഒരു 30 വർഷത്തിനുള്ളിൽ ഭാരതം അമേരിക്കയെ ക്രോസ് ചെയ്യുമ്പോൾ ഭാരതത്തിന്റെ സമ്പദ്ഘടന ജപ്പാന്റെ സമ്പദ്ഘടനയുടെ 14 ഇരട്ടിയായിരിക്കും എന്ന് അവര് പറയുന്നു. ഭാരതം വളരുന്നു, ഉജ്ജ്വലമായി മുമ്പോട്ട് പോകുന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യയില്, മനുഷ്യ വിഭവശേഷിയില്, ആത്മീയതയില് ലോകത്തിന് ഇന്ന് ചൈതന്യം പകരുന്ന 3 പേര് ഭാരതീയരാണ്. ഒന്ന് സത്യസായി ബാബ, ഒന്ന് മാതാ അമൃതാനന്ദമയി, ഒന്ന് ശ്രീ ശ്രീ രവിശങ്കർ. ലോക ജനത തലകുനിച്ചുകൊണ്ട് ഭാരതീയരുടെ മുമ്പില് വണങ്ങുന്നു. കാരണം ഭാരതം ശാസ്ത്രത്തിന്റെ ഔന്നിത്യങ്ങളിലെത്തി, ഭാരതം ആത്മീയതയുടെ ഔന്നിത്യങ്ങളിലെത്തി. ആ ഭാരതത്തിന്റെ മക്കളായി ജനിക്കാൻ ഭാഗ്യം കിട്ടിയ നമ്മള് മാവോ സേത്തുങ് പറഞ്ഞതുപോലെ പറയണം, അടുത്തൊരു ജന്മമുണ്ടെങ്കിൽ ഗംഗാതീരത്തെ പുൽക്കൊടിയായിട്ടാണെങ്കിലും ജനിക്കണം. ഇതാണ് മാവോ സേത്തുങ് പറഞ്ഞത്. നിങ്ങൾ പ്രാർത്ഥിക്കണം, അടുത്തൊരു 10 ജന്മമുണ്ടെങ്കിൽ ആ 10 ജന്മവും പരമപവിത്രമായ ഭാരതത്തിന്റെ മക്കളായി ജനിക്കാൻ ഭാഗ്യം കിട്ടണമെന്ന് പ്രാർത്ഥിക്കണം. അത്ര ഉജ്ജ്വലമായ ഒരു രാഷ്ട്രം. ഇവിടെ ഒരു പക്ഷേ രാഷ്ട്രീയക്കാര് കൂടുതലായിരിക്കാം, കൈക്കൂലി ഉണ്ടായിരിക്കാം, സ്ലം ഏരിയ ഉണ്ടായിരിക്കാം, എന്തെല്ലാം കുറവുണ്ടെങ്കിലും അത്യത്ഭുതകരമായ ഒരു രാഷ്ട്രമായി ഭാരതം നിലനിൽക്കുന്നു. ആ രാഷ്ട്രം നശിക്കില്ല, മരിക്കില്ല. ക്രിസ്ത്യാനികൾ പോലും മാറി മാറി വരുന്നൊരു കാഴ്ച നിങ്ങൾക്ക് കാണാം. ഇപ്പൊ പള്ളിയിൽ കൊടിമരമുണ്ട്, പള്ളിയിൽ ഭജനയുണ്ട്, പള്ളിയിൽ കൃഷ്ണന്റെ പടം വെച്ച് തുടങ്ങിയിരിക്കുന്നു. ഇരുമുടി കെട്ടുമായിട്ട് മലയാറ്റൂർ പള്ളിയിലേക്ക് പോകുന്നു. പള്ളിയിൽ വിളക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇനി അച്ഛൻ ലോഹ കൂടി മാറ്റിയിട്ട് ഡബിൾ മുണ്ടാക്കിയാൽ മൊത്തം മാറ്റായി, പിന്നെ പ്രശ്നമൊന്നുമില്ല. എന്തൊരു മാറ്റാ എനിക്ക് തോന്നുന്നു 2 വർഷത്തിനുള്ളില്. നിങ്ങൾക്കറിയാം, നീണ്ടകരയിൽ ഒരു ജ്യോതിർമന്ദിരമുണ്ട്. ജ്യോതിർമന്ദിരം 24 ലക്ഷം രൂപ മുടക്കി പള്ളിക്കാരുണ്ടാക്കിയ പള്ളിയാണ് ജ്യോതിർമന്ദിരം. അകത്ത് കയറിയ ഉടനെ കാണുന്നത് ഓംകാരം. അവിടെ കുരിശില്ല. ഇടത് സൈഡിൽ അച്ഛന്മാരുടെ ഭജന, വലത് സൈഡിൽ കന്യാസ്ത്രീകളുടെ ഭജന. അതുപോലെ തന്നെ എല്ലാ ഈശ്വരന്മാരെയും വെച്ചിട്ടുണ്ട്. അകത്ത് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എഴുതിയിട്ടുണ്ട്. മുകളില് യേശു ക്രിസ്തു അത്താഴം കഴിക്കുന്നു, അവസാനത്തെ അത്താഴം. അത്ഭുതം തോന്നി. വാഴയിലയിട്ട് ഓലൻ എരിശ്ശേരിയും പുളിശ്ശേരിയും ഒക്കെ ആയിട്ടാണ് അവസാനത്തെ അത്താഴം. ഞാൻ CNN IBN ചാനലിൽ കണ്ടതാ, നേരിട്ട് അവിടെ പോയില്ല. ഫ്രണ്ടിൽ യേശു ക്രിസ്തു ചിന്മുദ്രയിൽ ഇങ്ങനെ ഇരിക്കുന്നു. കുരിശിലൊന്നുമല്ല, ചിന്മുദ്രയിൽ യേശു കാണാൻ തന്നെ ഒരു രസമുണ്ട്. ഇനി സാവധാനത്തിൽ പള്ളിയിലൊക്കെ മാറ്റം വരും. കുറച്ച് കഴിയുമ്പോൾ യേശു ക്രിസ്തു നമ്മുടെ കൂട്ടത്തിൽ 33 1 ഒരു കുഴപ്പമുണ്ടാവില്ല. നമുക്കൊരു പ്രശ്നമില്ല. ഈ മാറ്റം വരുത്തണമെങ്കിൽ ആരെയും പുറത്തേക്കാക്കരുത്, അകത്തേക്കാക്കണം. നമ്മുടെ സന്ദീപ് ചൈതന്യയുടെ സ്വാമിജിയുടെ പ്രഭാഷണം കേൾക്കാൻ ടിവിയുടെ മുമ്പിലിരിക്കുന്നതിൽ 80% ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമാണ്. അധ്യാത്മാനന്ദയുടെ പ്രഭാഷണം കേൾക്കാൻ 10 ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകാരും വരുമ്പോൾ ഇവരെ പോലെയുള്ളവരും അമ്മയുടെ അമൃതാനന്ദമയിയുടെ സന്ദേശങ്ങൾ, സായിബാബയുടെ സന്ദേശങ്ങൾ, രവിശങ്കറുടെ സന്ദേശങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കാം. ഇറാഖിൽ പോയിട്ട് ശ്രീ ശ്രീ രവിശങ്കർ അവിടുത്തെ പട്ടാളക്കാരെ ശരിയാക്കാനുള്ള പ്രോജക്റ്റ് ഏറ്റെടുത്തിരിക്കാം. എന്തൊരു മാറ്റം! പ്രസിഡന്റ് ബുഷിന്റെ അടുത്തേക്കൊക്കെ രവിശങ്കർ ചുമ്മാ പോവാറുണ്ടെന്നാ കേട്ടിരിക്കുന്നത്. അവിടെയുള്ള വൈറ്റ് ഹൗസിലെ ആൾക്കാരെ കുറച്ചും കൂടി വൈറ്റ് ആക്കാനായിട്ട്. നല്ല മാറ്റമുണ്ട്, ചിന്തിക്കാൻ സാധിക്കുന്നില്ല. അപ്പുറത്തുള്ള മാറ്റമുണ്ട്. അവിടെ ഷിക്കാഗോയിൽ ഞാൻ പോയിരുന്നു 2 മാസം മുമ്പ്. അവിടെ അമ്മ വന്നപ്പോ എത്ര ആയിരക്കണക്കിന് ആൾക്കാരെ അമ്മയെ കാണാൻ വന്നത്. എല്ലാം ഇംഗ്ലീഷുകാരാ വന്നത്. ഇതൊരു മാറ്റാണ്. ലോകം ശാസ്ത്ര സാങ്കേതിക മണ്ഡലത്തില്, കമ്പ്യൂട്ടർ സയൻസില്, ഇൻഫർമേഷൻ ടെക്നോളജിയില്, അതുപോലെ സിവിൽ എഞ്ചിനീയറിംഗ്, മെറ്റലർജി, ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി, എല്ലാത്തിലും ഭാരതം അസാധാരണമായി വളരുമ്പോൾ ആത്മീയതയിലും ഭാരതം വളരുന്നു. വളരണം, ഉയരണം. നമുക്കതെല്ലാം കണ്ട് സന്തോഷത്തോടുകൂടി ഇഹലോകവാസം വെടിയുമ്പോൾ പരമപവിത്രമായ ഭാരതത്തിന്റെ നന്മകള് ഓർമ്മിച്ചുകൊണ്ട് എല്ലാവരെയും പഠിച്ചും കൊണ്ട് നമുക്ക് നന്മയിലേക്ക് എത്താൻ ജഗതീശ്വര അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം നിങ്ങൾ എന്നെങ്കിലും തൃശ്ശൂരിലേക്ക് വരുന്നുണ്ടെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പോകുന്ന വഴി കൈപ്പറമ്പിനും കേച്ചേരിക്കും ഇടയ്ക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ സെന്റർ ഉണ്ട്. അവിടെ വരണം. 10 ഏക്കർ സ്ഥലത്ത് ഒരു നല്ല സ്കൂളുണ്ട്. വഴുവഞ്ചേരി മഹാദേവ ക്ഷേത്രം ഉണ്ട്. ഒരു മ്യൂസിയം ഉണ്ട്. അൾട്രാ മോഡേൺ സയന്റിഫിക് ആൻഡ് നോൺ സയന്റിഫിക് ലൈബ്രറി ഉണ്ട്. ഹെറിറ്റേജ് ലൈബ്രറി ഉണ്ട്. 400 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂള്, പിന്നെ കലാവിഹാറ്, വിദ്യാവിഹാറ്, ഹോസ്റ്റല്, ക്യാൻറ്റീൻ എല്ലാം ഒരു ക്ഷേത്രത്തിന്റെ ക്യാമ്പസിലുണ്ട്.
ഗംഭീരമായിട്ട് ധാരാളം പേര് നിങ്ങളും വരണം. ഒരു ദിവസം അവിടെ വന്ന് ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കണമെങ്കിലുള്ള സൗകര്യമുണ്ട്. എന്തെങ്കിലും സേവനം ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. അന്നദാനം ഫ്രീ അല്ലെന്ന് മാത്രം. ഇത്ര രീതിയിൽ നന്മ നിറഞ്ഞ എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ നമുക്ക് സാധിക്കുമ്പോൾ ഭാരതം ഉണരും, ഭാരതം വളരും. ലോകത്തിന്റെ മുമ്പില് പരമപവിത്രമായ ഭാരതം തേജസ്വിയായിട്ട് നിലനിൽക്കുമ്പോൾ ആഹ്ലാദത്തോടുകൂടി പറയാം, ഭാരതത്തിന്റെ പവിത്ര സന്തതികളാണ് നമ്മളെന്ന്. അങ്ങനെ പറയാൻ ജഗദീശ്വര അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്രകാരം ഒരു പ്രഭാഷണം നടത്താൻ എന്നെ ഇവിടേക്ക് ക്ഷണിച്ച ക്ഷേത്ര ഭാരവാഹികളോടും ക്ഷേത്രത്തിലെ മാനേജറോടും ഇത്രയും സമയം നിന്നുകൊണ്ട് ഇത് മുഴുവനും കേൾക്കാം. എനിക്ക് നിൽക്കാതെ നിവൃത്തിയില്ല. പ്രഭാഷണം നടത്തുമ്പോൾ ഇത്രയും സമയം നിന്നുകൊണ്ട് കാലിന്റെ വേദന പോലും അറിയാതെ നിന്നും ഇരുന്നും ചാരി നിന്നും ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾ എല്ലാവരോടും ബാലകൃഷ്ണന്റെ ഹൃദയം നിറഞ്ഞ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിലപ്പുറത്തുള്ള പ്രണാമം, പ്രണാമം, പ്രണാമം. നമസ്കാരം.